ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നുള്ള. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്രന്റെ പരാതികൾ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അലീനയ്ക്ക്. നമ്മുടെ രോഹിത്തിനെ പോയി കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ബാലചന്ദ്രൻ ഉള്ളത്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനു പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർബത്ത് കുടിക്കുക, ഇവിടെ നിർത്ത്. ഏയ് എന്തിന് എന്തിന് നിർത്തുന്നു? നിർത്തണോ? നിർത്തണമെങ്കിൽ നിർത്താം എന്നൊക്കെ. അതും വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ബാലചന്ദ്രൻ എന്താ പറയുന്നത് എന്ന് ബാലചന്ദ്രന് കൂടി മനസ്സിലാവുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ബാലചന്ദ്രൻ ഉള്ളത്. പിന്നെ ഏതായാലും കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലചന്ദ്രൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ മനുവും അലീനയും കൂടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മനു പറയുന്നുണ്ട്, അത് തന്നെ അങ്ങളെ ഞാൻ പൊക്കോട്ടെ, എനിക്ക് ചെന്നിട്ട് ജോലിക്കൊക്കെ കയറാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്ക് പോകാൻ ധൃതി ആണെങ്കിൽ പൊക്കോ. അയ്യോ ധൃതിയൊന്നും ഇല്ലെന്നേ എന്റെ പൊന്നങ്ങളെ, എനിക്ക് ജോലി ഉള്ളത് കൊണ്ടല്ലേ. എന്നാ പിന്നെ നീ പൊക്കോ. ഏതായാലും ഒത്തിരി താങ്ക്സ് നീ എന്റെ കൂടെ വന്നതില്. എന്താ അങ്കിളെ ഈ പറയുന്നത് താങ്ക്സ് ഒക്കെ? താങ്ക്സ് ഒക്കെ ഉണ്ടറാ. കാരണമേ താങ്ങുന്നവര് ചിലപ്പം ഭാരം അറിയത്തില്ല, തളരുന്നവര് നല്ല ഭാരം അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് പറ്റത്തുള്ളടാ എന്നെ താങ്ങാനായിട്ട്, വേറെ ആർക്കും എന്നെ താങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രന്റെ അകത്ത് കയറി പോയത്. ഈ സമയത്ത് നമ്മുടെ അലീന് പറഞ്ഞ, അത് പിന്നെ മനുവേട്ട ചായ കുടിച്ചിട്ട് പോകത്തില്ലേ? ചായ കുടിച്ചാൽ മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, മണിക്കൂറോളം വേണം അതിന്. എന്നോടെന്താ മനുവേട്ട അത്രയധികം പറയാനുള്ളത്? പറയാം, സമയമാകട്ടെ. നീ ഇപ്പം കുറെ അധികം പ്രശ്നങ്ങൾക്ക് നടുവിലാണല്ലോ. രോഹിത്തിനോടുള്ള ഇഷ്ടം, ശരണ്യോടുള്ള ഇഷ്ടം, ബാലചന്ദ്രനങ്ങളെ ഇമോഷണല് ആയിട്ട് തളർത്താൻ പാടില്ല, ഹെൽത്ത് ഇഷ്യൂസ്, വൈജാന്റിയുടെ പ്രശ്നം, അങ്ങനെ പല പല പ്രശ്നങ്ങള് നിന്റെ തലയിലുണ്ട്. ഇതെല്ലാം കൂടെ നീ മാനേജ് ചെയ്ത് പോവാണല്ലോ, അത് നിന്നെ സമ്മതിക്കണം. അത് പിന്നെ പറഞ്ഞത് ശരി, എനിക്ക് കുറെ ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം മറികടക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയും കൂടെ എനിക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അലീനെ. അപ്പം പോകുവാണോ? ജോലി വീട്ടിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്തിറങ്ങാനേ പറ്റത്തില്ലാത്തതുള്ളൂ. ജീവിതം നാളെയോ മറ്റന്നാളെയോ ഒന്നും തീരുന്നില്ലല്ലോ. അല്ല മനുവേട്ട, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ മനുവേട്ടന്? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ഒരു ചെറിയൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ചില പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു പോവാണ് കേട്ടോ. ഏതായാലും അലീനയ്ക്ക് മനു ഒരു ചെറിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ ശിവൻ ബാലചന്ദ്രനെ വിളിക്കാണ്, വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കുവേ. ഇങ്ങനെ ഫോൺ എടുത്തു നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ ചോദിച്ചു, ബാലേന്ദ്ര നീ രോഹിയെ കാണാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായി? അത് പിന്നെ ശിവേട്ട കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു, അല്ലാതെ പിന്നെ അല്ല, അവനോട് സംസാരിച്ചില്ലേ? അവന് എന്തു പറഞ്ഞു? സംസാരിച്ചു. അവൻ എന്നതാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക, ഹരിയെപ്പോലെ ഒന്നും അല്ല, മനഃശക്തി അവന് തീരെയില്ല. അതുകൊണ്ട് അവൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ജയിലിൽ കിടക്കുമ്പം മനഃശക്തി എന്നല്ല ഒരു ശക്തി ഉണ്ടാകത്തില്ല, അതങ്ങനെയാ ബാലേട്ടാ. അവൻ പറയുന്നത് ജാമ്യമൊന്നും വേണ്ടെന്നാ ശിവേട്ട, ജാമ്യം വേണ്ട, അവൻ ജയിലിൽ കിടന്ന് ചത്തോളാന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല, ആകെപ്പാടെ ഒരു അസ്വസ്ഥത. അത് പിന്നെ അവനിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യണമല്ലോ, അതൊക്കെ ഓർത്തിട്ടായിരിക്കും. പിന്നെ എല്ലാവരും ഒരു പ്രത്യേക രീതിയിലല്ലേ ഇവരെയൊക്കെ നോക്കത്തുള്ളൂ. ബാലേന്ദ്രൻ അവനോട് എന്നാ പറഞ്ഞു? ഞാൻ എന്നാ പറയാനാ എന്റെ പൊന്നു ശിവേട്ടാ, എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? അവൻ പുറത്തു വന്നാൽ നല്ലൊരു ലൈഫൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലേ അവനിപ്പം. അല്ല എന്റെ പൊന്നു ശിവേട്ടാ, ഇയാൾ ഇങ്ങനെ വിഷമിക്കാതെ. ഇപ്പൊ നമുക്ക് തോന്നും ഭയങ്കര നാണക്കേടായി, അഭിമാനം പോയി, എങ്ങനെ ജീവിക്കും, എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ. പക്ഷെ അതിലൊന്നും ഒരു കാര്യവും ഇല്ലടോ. കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്കും ആളുകളെല്ലാം ഇത് മറന്നുപോകും. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. അവർക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പുറത്തിറങ്ങിയാല് അവനെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കാം അല്ലെ? നാട്ടുകാരെ അവന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ പുറത്തിറങ്ങുമ്പോഴല്ലേ. ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം. അതെ, ഇനി നമ്മുടെ നോട്ടത്തിലും നിയന്ത്രണത്തിലൊക്കെ അവരെ കൊണ്ടുവരണം. അതാ ഇനി ചെയ്യേണ്ടത്. വല്ലയിടത്തേക്കും വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് വീണ്ടും വഷളായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാ ഞാനിത് പറഞ്ഞത്. പുറത്തിറങ്ങി കഴിഞ്ഞാല് അവരെ നല്ല രീതിയിൽ വളർത്തണം. അത് പിന്നെ ശിവേട്ടാ, സബ് ജയിലിൽ പോകണ്ടായിരുന്നെന്ന് തോന്നിപ്പോവുക.
അവിടെ പോയി കണ്ടിട്ട് ഇപ്പം ഉള്ള മനസമാധാനം കൂടി നഷ്ടപ്പെട്ടു. എവിടെയെങ്കിലും ചെന്ന് തീരാൻ തോന്നുക, മരിച്ച മതിയായിരുന്നെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എടോ ശിവ, അല്ല ശിവ എന്നല്ല ബാലചന്ദ്ര, ഞാനും ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയാ കടന്നു പോകുന്നത്. താനവിടെ സ്വസ്ഥമായിട്ടിരിക്കുക, ചില കാര്യങ്ങള് നേരെയാകണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പം സമാധാനം കണ്ടെത്തുക. സമാധാനം എങ്ങനെ കണ്ടെത്താനാടോ? നമ്മുടെ ചങ്കിലേക്കൊക്കെ കത്തി കുത്തി കയറ്റി വെച്ചേക്ക്, അത് ഊരാനും പറ്റുന്നില്ല, അത് അങ്ങോട്ടേക്ക് കുത്താനും പറ്റുന്നില്ല, ചോര ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുക. എന്റെ പൊന്നു ബാലചന്ദ്ര, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, നീ ഉണ്ടെന്ന് ഓർത്തോണ്ടാണല്ലോ ഞാൻ സമാധാനിച്ചിരിക്കുന്നത്. ഞാനും രാജീവും പോയി കഴിഞ്ഞാല് പിന്നെ താനാ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്, തനിക്കറിയാലോ. ജോലിയുടെ ആവശ്യത്തിനായിട്ട് എനിക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അത് പിന്നെ ശിവേട്ടനെ വിഷമിപ്പിക്കാനൊന്നും ഞാൻ പറഞ്ഞതല്ല, എന്റെ മനോവിഷമം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അപ്പൊ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്, സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശിവനും കേട്ട് കഴിഞ്ഞപ്പോ ശിവനും താങ്ങാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും ഒരേ അവസ്ഥ തന്നെയാണല്ലോ. രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും ഒരു അച്ഛനാണല്ലോ, ആ ഒരു മാനസികാവസ്ഥ രണ്ടുപേർക്കും ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെ ബബിത കാണാൻ വേണ്ടി, അല്ല ബബിത രോഹിതിനല്ല, സോറി, നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി ചെല്ലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബബിത ചോദിച്ചു, രോഹിതേട്ടനോട് സംസാരിച്ചായിരുന്നു അച്ഛന്? അത് എന്നോട് സംസാരിച്ചൊന്നുമില്ല, നാണക്കേട് കൊണ്ടായിരിക്കും അല്ലേ? അച്ഛന് അലീനയെ കൊണ്ടുപോണ്ടായിരുന്നല്ലേ? നീ എന്നാ പറയുന്നത്? അലീനയോ? അലീന ചേച്ചി, അത് പിന്നെ അലീന ചേച്ചി അല്ല, മിക്കവാറും അലീന ചേച്ചീനെ കൊണ്ടുപോയത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല രോഹിതേട്ടന്, തല കുഞ്ചി നിൽക്കേണ്ടി വന്നു കാണുമായിരിക്കും. ഓ പിന്നെ ഇതേ മിണ്ടാതിരുന്നോ നീ അവിടെ? എന്തിനാ നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? അലീനേനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്താ ഇത്ര അഭിമാനം പോകാനായിട്ട്? അലീന കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ അവരുടെ അഭിമാനം പോകേണ്ടത്. ഞാനൊരു കാര്യം പറയാം, എല്ലാവരും അലീനയെ ഉൾക്കൊള്ളുന്ന ഒരു കാലം വരും, നിന്റെ അമ്മ പോലും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അത് പിന്നെ അമ്മയുടെ മരണം വരെ അമ്മ അവളെ ഉൾക്കൊള്ളുന്ന എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അറിയാം, നിനക്ക് എന്നെ അറിയാം, നീ വെറും ശിശു, നിനക്ക് ഒന്നും അറിയത്തില്ല. അപ്പോഴത്തേക്കും ഒരു നോട്ടീസ് കയ്യിൽ കൊടുക്കാൻ കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ കയ്യില് ബബിത. അപ്പോഴത്തേക്കും ചോദിച്ചു ബാലചന്ദ്രൻ, ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അത് പിന്നെ ഇതേ ഒരു നോട്ടീസാണ്, വക്കീൽ നോട്ടീസ്, ഞാന് ഒപ്പിട്ടങ്ങ് മേടിച്ചു. ഓഹോ, ഇത് നിന്റെ അമ്മ അയച്ചതായിരിക്കും അല്ലേ? ചിലപ്പോ അയച്ചതായിരിക്കാം, അയച്ചതല്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വക്കീൽ നോട്ടീസ് അങ്ങ് വലിച്ചു കീറി അതൊക്കെ അങ്ങ് വായിക്കുവാണ് നമ്മുടെ ബാലചന്ദ്രൻ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത ചോദിച്ചു, അച്ഛൻ അറിയത്തില്ലായിരുന്നോ അമ്മ ഡൈവോഴ്സിന് ട്രൈ ചെയ്യുന്നു എന്ന്? എന്റെ വീട്ടിലേക്ക് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് അവള് ഗോവർദ്ധനോട് പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് എന്റെ കയ്യില് ഇത് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും നല്ല ഫാസ്റ്റാ, കൊള്ളാം. അത് പിന്നെ അമ്മ തീരുമാനിച്ചിട്ട് തന്നെ അച്ഛ എല്ലാവരോടും പറഞ്ഞത്. ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല, അതാ. കൊല്ലപ്പള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നത് തന്നെ. ഓ, നിന്റെ അമ്മ ഏതാണ്ടൊരു വലിയ കാര്യം ചെയ്ത മട്ടിലാണല്ലോ നിന്റെ പറച്ചില്. നിന്റെ അമ്മ എന്ത് വലിയ കാര്യമാ ചെയ്തത്? കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അമ്മ വലിയൊരു മഹാത്യാഗം ചെയ്യുക അല്ലേ? നാണമില്ലേടി നിനക്ക് വന്നത് ഇങ്ങനെ പറയാന്? അത് പിന്നെ അമ്മയ്ക്ക് ന്യായമായ കാര്യങ്ങളുണ്ടല്ലോ. അമ്മ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തു. തീരെ സഹികെട്ടിട്ടല്ലേ? നിർത്തി ചി പറഞ്ഞു പോകരുത്. അമ്മയുടെ ന്യായം, അമ്മയുടെ സഹനം, അമ്മയുടെ ക്ഷമ, അവള് ജനിച്ച അന്ന് മുതല് ഞാൻ കാണുന്ന അവളെ. എന്റെ മുമ്പിലേക്കാണ് നീ കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്, അമ്മയുടെ സഹനകഥ. അത് പിന്നെ ഞാനും ജനിച്ചപ്പോ മുതൽ എന്റെ അമ്മേനെ കാണുന്നതാണല്ലോ. ഓ എടി, ഒരു കുടുംബം മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ട് ചെന്ന് കിടക്കുക തല വരച്ച് തവളെ പോലെ, എന്നിട്ടും അടങ്ങുന്നില്ല. എന്നിട്ടും അവിടെ കിടന്നോണ്ട് അവള് യുദ്ധം ചെയ്യും. അവള് എന്തൊരു മനുഷ്യ സ്ത്രീയാണ് അവള്. എത്രയും പെട്ടെന്ന് കുടുംബ കോടതിയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ തൊലി ഉരിച്ച് കാണിച്ചു കൊടുക്കാം അവളുടെ തനിനിറം എന്താണെന്ന്. നല്ല തനിനിറം അവക്ക്. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ അലീനെ ഇവിടുന്ന് അയക്കത്തില്ലല്ലോ. ഇല്ല, പറഞ്ഞയക്കത്തില്ല. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ. തൊലി ഉരിക്കുവോ, തൊലി കയറ്റി ഒട്ടിക്കുവോ, എന്താണെന്നൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബബിത ദേഷ്യം വന്നിട്ട് പോയി. വക്കീൽ നോട്ടീസും കൈ പിടിച്ച് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണല്ലേ? ആരും ക്ഷമിക്കാനും ആരും പൊറുക്കാനും തയ്യാറാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരു മനുഷ്യന് മുറിവേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പറ്റത്തുമില്ല, അത് വേറെ കാര്യം. ഈ സമയത്തെ നമ്മുടെ അലീന ഒരു ചായയൊക്കെ ആയിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരിക. അപ്പോഴത്തേക്കും ബബിത താഴേക്ക് ഇറങ്ങിയില്ലോ. അപ്പം ബബിത അലീനെ നോക്കി അങ്ങ് പിടിച്ച് തിന്നിട്ടൊക്കെയാണ്, കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിച്ച് പിടിച്ചു തിന്നിട്ടാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ നമ്മുടെ അലീന മുകളിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കും. അത് കണ്ടിട്ടാണെങ്കിൽ അലീന പിന്നെയും
എന്താ ഇങ്ങനെ എന്നൊട്ടം ഉള്ള മട്ടിലാണ് അലീന വരുന്നത്. എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അലീന കയറി ഒരു കോഫിയൊക്കെ ആയിട്ട് വന്നു. എന്താ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത്? എന്തു പറ്റി? അച്ഛൻ എന്താ ഇത്ര ദേഷ്യം? അച്ഛൻ എന്താ ഷൗട്ട് ചെയ്തത്? ആരോട്? ബബിതയോട്? ദേ എന്തിനാ ഇത്രയും ഒച്ച കിടന്ന് കാര്യം പറയുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ചിലരോട് കാര്യം പറയണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ടൊക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നച്ഛ, ദേഷ്യപ്പെടാനും മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത് ഈ വീട്ടില്? എന്താ സംഭവിച്ചത്? ദോണ്ട കിടക്കണം. അവളെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഡിവോഴ്സിന്. വക്കീൽ നോട്ടീസോ? ഡിവോഴ്സിനോ? ദോ എടുത്ത് നോക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന അത് എടുത്ത് നോക്കാണ് കേട്ടോ. അലീനയും കണ്ടതും ഒന്ന് അന്താളിച്ച്, പെട്ടെന്ന് ഇങ്ങനെ വക്കീൽ നോട്ടീസ് അയക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വൈജി ഇങ്ങനെ പറയുന്നല്ലാതെ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബാലചന്ദ്രൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ബാലചന്ദ്രൻ അതും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ തീയാണ്. നമ്മുടെ വൈജി ഇല്ലാതെ ജീവിക്കാൻ ബാലചന്ദ്രനെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ലെന്നേ. ഏതായാലും ഇത് കണ്ടിട്ട് നമ്മുടെ അലീനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ? ഇതല്ലേ ഞാൻ അവക്ക് അയക്കേണ്ടത്, എന്നിട്ട് അവള് ഡിവോഴ്സ് നോട്ടീസ് അയച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ആരാണ് ഇവിടെ തെറ്റുകാരൻ? അത് പിന്നെ ഒന്നും അറിയാതെ ചെയ്യുന്നതല്ലേ അച്ഛാ? അറിയാതെയോ? ഒന്നും അറിയാതെയോ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്യുന്നത്. ഒന്ന് മാത്രമേ അവക്ക് അറിയാതെ ഉള്ളൂ. 23 കൊല്ലം മുമ്പ് അവള് പ്രസവിച്ച മകളാണ് ഈ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന്. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്. എന്നിട്ട് നിന്നെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫാമിലി ഫോട്ടോ ആയിട്ട് വരട്ടെ, ഫാമിലി ഫോട്ടോ അല്ല, സോറി, വക്കീലുമായിട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് കേട്ടോ. സോറി കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന പറയുക, ഒന്ന് എന്റെ പൊന്ന് അച്ഛ ക്ഷമ കാണിക്ക്. അതൊക്കെ പോട്ടെ, നമുക്ക് ക്ഷമ കാണിക്കാതെ ഒന്നും ശരിയാകത്തില്ല. ക്ഷമ, അവക്കൊരു ക്ഷമയില്ലല്ലോ അതിന്. ഞാൻ ക്ഷമിക്കണല്ലേ എല്ലാം? അവക്കേ മക്കളോ ഭർത്താവോ കുടുംബമോ ഒന്നുമില്ല. അവള് ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയേക്കുമല്ലേ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം, പൊരുതാൻ വേണ്ടിയിട്ട് മാത്രം. വാശിയും വൈരാഗ്യവും വീറും അതെല്ലാം കൂടെ കൊണ്ട് പുഴുങ്ങി തിന്നട്ടെ. അവളിങ്ങ് വരട്ടെ, ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്, കോർട്ടിലിട്ട് ഞാൻ അവളെ ഉരുട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അച്ഛൻ സമാധാനപ്പെട, അച്ഛൻ ഈ കാപ്പി കുടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കാപ്പി കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ കാപ്പി മേടിച്ച് കുടിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. തലയിലൊക്കെ പിടിച്ച് നമ്മുടെ ബാലചന്ദ്രന്റെ ഭയങ്കര ഒരു സമാധാനം തന്നെയാണ് ബാലചന്ദ്രൻ. ആരെങ്കിലും ബാലചന്ദ്രനെ സമാധാനിപ്പിക്കും? സ്വന്തം മക്കള് സമാധാനിപ്പിക്കും. സ്വന്തം രക്തത്തിലുള്ള മക്കൾക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അലീനയല്ല ബാലചന്ദ്രനെ. പക്ഷെ നമുക്ക് അലീനയ്ക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് ബാലചന്ദ്രനെ. അതാണ് പറയുന്നത്. നമ്മുടെ ശരണ്യക്കും ഒരു സമാധാനം അലീന ആവുന്നുണ്ടെങ്കിൽ അലീന ഒരു മാജിക്ക് തന്നെയാ അല്ലെ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ ഒരു ഫോണൊക്കെ എടുത്തിട്ട് നമ്മുടെ അലീന ഇങ്ങനെ വിളിക്കുകയാണ്. മനുവിനെ ആട്ടോ വിളിക്കുന്നത്. ഏതായാലും ഫോൺ ബെല്ലടിച്ചു. ഫോൺ ബെല്ലടിച്ചപ്പോഴത്തേക്കും അലീനയുടെ കോളല്ലേ. നമ്മുടെ മനുവിന് സന്തോഷമായി. മനു ഫോൺ ചാടി എടുത്തിട്ട്, ഹലോ അലീന. എന്താ അലീന? അത് പിന്നെ മനുവേട്ടാ, എന്താ ഒരു മുഖവരെയൊക്കെ പറ. അത് പിന്നെ മനുവേട്ടൻ അറിഞ്ഞായിരുന്നോ? മേഡം അച്ഛന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചായിരുന്നു. ഇവിടെ ആരോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എല്ലാവരുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഇത് അയച്ചത്? വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. അല്ല, അയച്ചിട്ട് 3 ദിവസം ആയെന്നാ തോന്നുന്നത്. രജിസ്റ്റർ നോട്ടീസ് മനുവേട്ട ഇന്നാ കിട്ടിയത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ചിലരുണ്ട്. ആന്റി ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ്. നമ്മൾ പറയാറില്ല ഇരിക്കും കൊമ്പ് മുറിക്കരുതെന്ന്. ആ കഥ ഇപ്പം ആ ചൊല്ലിപ്പം സത്യമാവാന്ന് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ നാളെ തന്നെ ഡിവോഴ്സ് നടത്തുമെന്ന മട്ടില ആന്റീനെ തടയാൻ ആർക്കും പറ്റും? എന്റെ അലീന, ആർക്കും പറ്റത്തില്ല. അങ്കിൾ ഏതായാലും തോറ്റു കൊടുക്കത്തില്ലെന്ന് ഉറപ്പല്ലേ? അത് പിന്നെ മനുവേട്ട, അച്ഛൻ ഒരുമാതിരി ലഹരി കയറിയത് പോലെയാ, ഭ്രാന്ത് പിടിക്കുന്നതൊക്കെ പോലെയാ. ഫാമിലി കോർട്ടിൽ വെച്ച് മേഡത്തിന്റെ തോലുരിക്കുന്നൊക്കെയാ പറയുന്നത്. വക്കീലിനെ കണ്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുന്നൊക്കെ ഉണ്ട്. മിക്കവാറും അച്ഛനെ കോർട്ടിൽ സകലതും വിളിച്ചു പറയും. അത് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മനുവേട്ടന്റെ അച്ഛനോട് പറ ഡിവോഴ്സ് കേസ് ഒഴിവാക്കാൻ വേണ്ടി വൈജ മേഡത്തിനോടൊന്ന് സംസാരിക്കാന്. അതൊക്കെ സംസാരിച്ചു അലീന. ആദ്യം ഒരു രക്ഷയുമില്ല. അമ്പിനും വില്ലിനും അടുക്കത്തില്ല. ബന്ധം വേർപെടുത്തിയിട്ട് തന്നെ തീരുമാനമുള്ളെന്നാ പറയുന്നത്. അത് പിന്നെ അവരെങ്ങനെ അറിഞ്ഞത് വക്കീൽ നോട്ടീസിന്റെ കാര്യം? അത് പിന്നെ ഗോവർദ്ധനങ്ങൾ പറഞ്ഞായിരുന്നു. വക്കീലിനെ കണ്ട് നോട്ടീസ് അയക്കുന്ന കാര്യങ്ങളൊക്കെ ആ വഴി അറിഞ്ഞതായിരിക്കും. ഗോവർദ്ധനങ്ങൾ അച്ഛനെ വിളിച്ച് പറഞ്ഞായിരിക്കും. അല്ലാതെ വേറെ എങ്ങനെ അറിയാനാ? പുണ്ണില് എണ്ണ ഒഴിക്കാൻ ആന്റിക്ക് പണ്ടേ ഇഷ്ടമാണല്ലോ. അത് പിന്നെ ശിവശങ്കരൻ അങ്കിൾ വന്ന് സംസാരിക്കും അച്ഛൻ്റെ അടുത്ത്? ഇനി അച്ഛൻ അതിനായിട്ട് വരുന്നൊന്നും തോന്നില്ല. ആകെ പട തകർന്നിരിക്കുവാണ്. ചത്ത ചാവാൻ പോലെ ഇരിക്കുന്ന മനുഷ്യനല്ലേ. ഇപ്പൊ ഹരിയുടെ കാര്യത്തിൽ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം കൂടെ എങ്ങനെയാ സഹിക്കുന്നത്? അല്ല, രാജീവ് അങ്കിളിനോട് പറഞ്ഞു നോക്കിയാലോ?
കൊച്ചച്ഛൻ ആന്റീനൊക്കെ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് കടപ്പാട്ടൂര് പോകാൻ പറയാം. അതൊക്കെ പറ്റത്തുള്ളൂ. അതെ, അച്ഛൻ രാജീവ് അങ്കിളുമായിട്ട് അത്ര രസത്തിലല്ലല്ലോ. അതൊന്നും സാരമില്ലെന്നേ. അപ്പൊ രസവും ഒക്കെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമല്ലോ. എന്നാ പിന്നെ ശരി അലീനെ, നീ വിഷമിക്കണ്ട, വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അലീന എങ്ങനെയെങ്കിലും രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാൻ നോക്കാൻ കേട്ടോ. താൻ കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അലീനയുടെ സമാധാനവും അലീനയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, പിന്നെ സീനുകളൊന്നും കാണിക്കുന്നില്ലേ. അപ്പം നാളത്തെ വിശേഷമായിട്ട് നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. അപ്പൊ രേവതിയുടെയും സച്ചിയുടെയും കഥയും അതുപോലെ തന്നെ നയനിയുടെയും ആദർശിന്റെയും കഥയും ഉടനെ തന്നെ ജിൽജിൽ ചിന്നുവിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൂടെ കയറിപ്പോയിന്ന് കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഈ സ്നേഹവും സപ്പോർട്ടും ഉടനീളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.